നമസ്കാരം. നമ്മുടെ പേഴ്സണാലിറ്റീനെ കുറിച്ച് എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് മറ്റുള്ളവർക്ക് നമ്മളോട് അട്രാക്റ്റീവായിട്ടൊരു പേഴ്സൺ ആവണം എന്നുള്ളത്. പൊതുവേ ഒരു ധാരണ എന്താ വെച്ചാൽ, നമ്മൾ നന്നായിട്ട് നല്ല വില കൂടിയ ഡ്രസ്സൊക്കെ ഇട്ട് നന്നായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് അല്ലേ, വളരെ കുറേ ആഭരണങ്ങളൊക്കെ ഇട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ എന്താ പറയുക കാണിക്കാൻ. അതൊന്നും ഒരു തെറ്റാണെന്നല്ല കേട്ടോ. അങ്ങനെയൊക്കെ നടക്കുമ്പോഴാണ് നമ്മളെ മറ്റുള്ളവർ ആകർഷിക്കുന്നത്. അത് ആകർഷിക്കുന്നുണ്ട്. നല്ല കളർഫുൾ ഡ്രസ്സും നന്നായിട്ട് മേക്കപ്പും നല്ല ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ നമ്മളതിനെ ആകർഷിക്കുന്നുണ്ട്. പക്ഷെ അതാണ് നമ്മളുടെ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ അതൊരു നല്ലൊരു പേഴ്സണാലിറ്റി ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, ഒരുപാട് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്തോട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടോ അവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി മേക്കപ്പ് ചെയ്തുകൊണ്ടൊന്നും നമ്മൾ നല്ലൊരു പേഴ്സൺ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ നടന്നതുകൊണ്ടൊന്നും തെറ്റില്ല കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. നമ്മൾ എങ്ങനെ വേണമെങ്കിലും നടക്കാം. നമുക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള കാലമാണ്. പക്ഷെ ഞാനൊരു ഗുഡ് പേഴ്സണാലിറ്റി എന്നതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്, ഗുഡ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നല്ലൊരു അട്രാക്റ്റീവ് പേഴ്സൺ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺവെർസേഷൻ തന്നെ ഫസ്റ്റ് ക്ലിയർ ആവണം. നമ്മൾ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുള്ള ഒരാളാവുക. എന്ന് വെച്ചിട്ട് വളരെ ടോക്കറ്റീവായിട്ട് ഇങ്ങനെ വളാന്ന് വർത്താനം പറയാന്നല്ല ഉദ്ദേശിച്ചത്. നമ്മൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ അത് സത്യസന്ധമായിരിക്കണം. ജെന്യുവനായുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോഴല്ലേ മറ്റുള്ളവർ നമ്മളിലൊരു വിശ്വാസം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവർ വരുന്നുണ്ട്, എന്താ പറയുക, ലണ്ടൻ വിടാൻ വരിക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആവരുത്. നമ്മൾ പറയുന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. പറയുന്ന കാര്യം കൃത്യതയോടുകൂടി പറയുക. ഐ കോണ്ടാക്റ്റ് വേണം. നമ്മൾ സ്ട്രെയിറ്റായി അവരെ കണ്ണുകളിൽ നോക്കി തന്നെ സംസാരിക്കുക. നമ്മൾ നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഷോൾഡറൊക്കെ ഓപ്പൺ ചെയ്ത് പിടിച്ച് നല്ല സ്റ്റാൻഡിങ് പൊസിഷൻ നന്നായിട്ട് നിന്ന് നല്ലൊരു പേഴ്സണായിട്ട് നിന്ന് സംസാരിക്കുക. നല്ല സത്യസന്ധമായ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ആണെങ്കിൽ അതൊരു നല്ലൊരു കോൺവെർസേഷൻ ആകുമ്പോൾ മറ്റുള്ളവർ നമ്മളൊരു ആകർഷണം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അവർ വിശ്വസിക്കും. നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നുണ പറയുമ്പോൾ ഒരു വട്ടം 2 വട്ടമൊക്കെ ആൾക്കാർ അത് ചിലപ്പോൾ വിശ്വസിച്ച് പോകും. പക്ഷെ എപ്പോഴും ഇതാകുമ്പോൾ നമ്മൾക്ക് തന്നെ അറിയാം ആ പറഞ്ഞതിൽ കുറേയൊക്കെ നുണകളാണെന്ന് നമുക്ക് കേൾക്കുമ്പോഴറിയാലോ. അപ്പോൾ നമ്മളുടെ ആ ഒരു പേഴ്സണാലിറ്റീനെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ കഴിയില്ല. അപ്പോൾ എപ്പോഴും നല്ല ജെന്യുവനായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഒന്ന്. പിന്നെ ഡ്രസ്സിങ് നമ്മുടെ ഡ്രസ്സിങ് മാക്സിമം നീറ്റായിട്ട്, അതിപ്പം എല്ലാവർക്കും നല്ല വില കൂടിയ ഡ്രസ്സ് ഉണ്ടായിക്കൊള്ളണമെന്നോ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഉള്ള ഡ്രസ്സ് നല്ല നീറ്റിൽ, നമുക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഡ്രസ്സിലേക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യം വരരുത്. മറ്റൊന്ന്, നമ്മുടെ ഡ്രസ്സിങ്ങിൽ കോൺഫിഡൻസ് അല്ലെങ്കിൽ നമുക്കിങ്ങനെ തോന്നും, അയ്യോ എൻ്റെ ഡ്രസ്സ് ശരിയല്ലേ, അല്ലെങ്കിൽ അവിടെ സ്ത്രീകൾക്കാകുമ്പോൾ പ്രത്യേകിച്ച് ഒരു കോൺഫിഡൻസിൽ കുറവ് വരും. പക്ഷേ പൊതുവെ ഇപ്പോൾ ഒക്കെ എന്താ പറയുക, സെലിബ്രിറ്റികളൊക്കെ ഡ്രസ്സിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരുന്നതാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ പൊതുവെ നമ്മൾ അങ്ങനെയാണ്. ഡ്രസ്സിങ് നന്നായി നീറ്റ് ചെയ്ത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അതന്നെ ഒരു ആകർഷണം. നമ്മൾ നന്നായി നീറ്റ് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് പോകുമ്പോൾ ആളുകൾക്ക് ആ നോട്ടത്തിൽ ഒരു പ്രത്യേകത ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റിയാണ്. ഉള്ള ഡ്രസ്സ് നീറ്റായിട്ട് നല്ല പോലെ അയൺ ചെയ്ത് നല്ല നീറ്റായിട്ട് നമുക്ക് തന്നെ കോൺഫിഡൻസിൽ നമുക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ മുന്നിൽ വെച്ചിട്ട് നമ്മളത് അവിടെ പിടിക്കുക അവിടെ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിൽ തന്നെ ആ കോൺഫിഡൻസ് പോകും. അപ്പോൾ നമുക്ക് ആ ഒരു ഡ്രസ്സിൽ എപ്പോഴും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഇട്ട ഡ്രസ്സ് നന്നായിട്ട് നീറ്റാണെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ നമ്മളിലേക്ക് നോക്കില്ല. മറ്റത് നമുക്ക് എപ്പോഴും ഡൗട്ട് അടിക്കും. അതുപോലെ തന്നെയാണ് നമ്മളോടുള്ള സെൽഫ് ഡൗട്ട് ഒഴിവാക്കണം. അതിപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. മറ്റത് നമ്മളെന്താ വെച്ചിട്ടാ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വെറുതെ ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ വേറൊരാളായിട്ട് അഭിനയിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചിരി ഇല്ലാതെ ഒരു ചിരി ഉണ്ടാക്കുക, അതല്ലെങ്കിൽ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, അങ്ങനെ നമ്മളെ ബിഹേവിയറിലൊരു മാറ്റം അല്ലേ. അവരെ കാണിക്കാൻ വേണ്ടി ഒരു ബിഹേവിയർ, നമ്മുടെ ശരിക്കുള്ള സ്വഭാവം വേറൊന്നും, മറ്റുള്ളവരെ കാണിക്കാൻ വേറൊരു സ്വഭാവം, അങ്ങനെ കാണിക്കുമ്പോഴും അതൊരു ശരിയായ പേഴ്സണാലിറ്റി അല്ല. നമ്മളെപ്പോഴും നമ്മളായിരിക്കുക. നമ്മളുടെ ചിരി ആയിക്കോട്ടെ, നമ്മുടെ സംസാരം ആയിക്കോട്ടെ, നമ്മളെ നടത്തായിക്കോട്ടെ, അത് നമ്മൾ നടക്കുന്നത് തന്നെയാണ് നമ്മൾ.
അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ മുന്നിൽ കുറച്ചൊന്ന് നന്നായിട്ട് നടക്കുക, അല്ലെങ്കിൽ നന്നായി ചിരിക്കുക, നന്നായി സംസാരിക്കുക. അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ യഥാർത്ഥതാവൂലേ. അപ്പം അങ്ങനെ നമ്മളൊരു അഭിനയം ഇല്ലാത്ത രീതിയിൽ നമ്മളുടെ ബിഹേവിയർ നമ്മൾ സെറ്റ് ചെയ്ത് പോവുക. ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. നമ്മൾ നമ്മളായി നിന്നാൽ മതി. നമ്മൾ നമ്മളാണെന്നുള്ളത് നമ്മൾ അംഗീകരിക്കുക. നമ്മളെക്കുറിച്ച് സെൽഫ് ഡൗട്ട് ഉണ്ടാവാതിരിക്കുക. അപ്പോൾ അതൊരു മറ്റുള്ളവരെ ആകർഷിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇമ്പ്രസിങ് വേണ്ട, ഇമ്പ്രസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അത് പിന്നീട് എന്തായാലും നമ്മളെക്കുറിച്ചൊരു ഡൗട്ടിന് ഉള്ളൊരു കാരണമായിട്ട് തന്നെയാണ് അത് വരുന്നത്. നമ്മുടെ സംസാരം നന്നായില്ലെങ്കിലും അതന്നെ. എന്നുകൊണ്ട് പറയുമ്പോഴും നമ്മളതിനെ ശ്രദ്ധിച്ചോളം ആൾക്കാർ പറയുക എങ്ങനെയാണ്, അത് ശരിയല്ലാണ്. നമ്മൾ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും തന്നെ കുറച്ച് കഴിഞ്ഞ് അറിയാം യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയാമെന്നുള്ള അങ്ങനെയുള്ള ഇതും വരും അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക. അതിപ്പോൾ എല്ലാവരും ഒരുപോലെ കാണുക. അതിപ്പോൾ കുറച്ച് കാശുള്ളവരുടെ ഒരു പെരുമാറ്റം, അല്ലെങ്കിൽ അവരോട് കുറച്ച് റെസ്പെക്റ്റ്, അല്ലെങ്കിൽ പാവപ്പെട്ടവരോട് വേറെ, അല്ലെങ്കിൽ സ്ത്രീകളോട് വേറൊരു പെരുമാറ്റം, പുരുഷന്മാരോട് വേറെ അങ്ങനെയൊന്നുമില്ല. എല്ലാവരെയും സമന്മാരായി കണ്ടിട്ട് എല്ലാവരോടും ഒരുപോലെ പെരുമാറുക. ഇപ്പോൾ നമ്മൾ ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ കാശുള്ളവർക്ക് മാത്രം ഒരു പരിഗണന, അല്ലാത്തവർ പോയാൽ വേറൊരു പരിഗണനയൊക്കെയാണ്. അത് ബാങ്കിൽ നിന്നല്ല, പൊതുവേ ഒരുവിധ സ്ഥാപനങ്ങളിലൊക്കെ പോയി അങ്ങനെയാണ്. പാവപ്പെട്ടവനെ എപ്പോഴും മാറ്റി നിർത്തും, പണക്കാരനോ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമുള്ളവനൊക്കെ എന്നൊരു സീറ്റും, അല്ലാത്തവന് ഈ ലോകത്ത് ജീവിക്കണ്ടേ. അങ്ങനെ പെരുമാറാതിരിക്കുക. എല്ലാവർക്കും ഒരേ അവകാശം, ഈ ഭൂമിയിൽ എല്ലാവർക്കും ഒരേ അവകാശമാണുള്ളത്. അത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അംഗീകരിക്കാൻ ശ്രമിക്കും. നമ്മൾ അങ്ങനെ കാട്ടുമ്പോൾ നമ്മളിപ്പോൾ നമ്മളൊരു ഓഫീസിൽ പോയി കഴിഞ്ഞാലും നമ്മളോട് അവർ പെരുമാറുമ്പോൾ നമ്മൾക്ക് അങ്ങോട്ട് പോകാനും അവരോട് നമ്മൾക്ക് ഇടപഴകാനും വളരെ താല്പര്യമായിരിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ എന്താ ചോദിക്കുമോ, അവിടെ ഉണ്ടൊരു ഓഫീസർ, അതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന് കാര്യം നടക്കില്ല. അല്ലെങ്കിൽ നമ്മളങ്ങനെ ഒരു മനസ്സുകൊണ്ട് അവരെ പണ്ടാറടക്കുക എന്ന് പറയും. അങ്ങനെ ചെയ്യാറില്ലേ? അത് എന്തിനാണ് അങ്ങനെ പെരുമാറുന്നത്? എല്ലാവർക്കും ഒരേ അവകാശമുള്ള കാലമാണ്. എല്ലാവർക്കും ഒരേ അവകാശമുണ്ട്. അപ്പോൾ അത് സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ അല്ലെങ്കിൽ പണക്കാരെന്നോ പാവപ്പെട്ടവരൊന്നും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ പെരുമാറുമ്പോൾ ആ ആളുടെ പേഴ്സണാലിറ്റി അവിടെ നോട്ട് ചെയ്യപ്പെടും. അപ്പം നമ്മൾ പുറത്ത് വന്നാലും പറയും നല്ലൊരു ഓഫീസറാട്ടാ, എന്ത് നല്ല പെരുമാറ്റം. അവിടെ അയാളുടെ പേഴ്സണാലിറ്റി അവിടെ നമ്മൾ എന്താ പറയുക അംഗീകരിച്ചു കഴിഞ്ഞു. അത് അങ്ങനെയൊക്കെ ആവാൻ നമ്മളെപ്പോഴും ശ്രമിക്കുക. അതൊക്കെയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളുടെ പേഴ്സണാലിറ്റി അങ്ങനെയായി മാറ്റുക. മറ്റുള്ളവർ എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഇത് കേൾക്കുന്നവർ അങ്ങനെയൊക്കെ ആവാൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് നല്ല സംസാരം, സെൽഫ് ഡൗട്ട് ഇല്ലാതെ ചിരിച്ച് പോസിറ്റീവായി പ്ലസൻ്റായി ഹാപ്പി ആയിട്ട് ജീവിക്കുക.